ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ക്യാപിറ്റലൈസേഷൻ ഡിസിഷനിൽ ബ്രോഡ് കോൺസെപ്റ്റിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലും കൂടെ നോക്കും. അതായത് ഏത് പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾ ഓരോരോ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. സോ ആ സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലിൻ്റെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സിംഗിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ദ റേഷ്യോ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റലൈസേഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റലൈസേഷനിലെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സൈസ് ഓഫ് ക്യാപിറ്റലൈസേഷനാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത്. സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലൈസേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഒരു എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഇപ്പം നമ്മുടെ ക്യാപിറ്റലൈസേഷൻ്റെ സൈസ് അല്ലെങ്കിൽ എന്തേലും ക്യാപിറ്റലൈസേഷൻ വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 100 കോടിയാണെന്ന് വെച്ചോ. ആ 100 കോടി എത്രത്തോളം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, എത്രത്തോളം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോർഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ 60%, ഡെപ്റ്റിൽ 40% ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ 60:40 എന്നുള്ളതാണ് ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ഇക്വിറ്റി 60ൽ തന്നെ 40 കോമൺ ഷെയർസും 20 പ്രിഫറൻസ് ഷെയർസുമാണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 കോറും പ്രിഫറൻസ് ഷെയർസ് 20 കോറും. ഈ ഡെപ്റ്റിൽ വീണ്ടും സബ് ഡിവിഷൻ വരുന്നുണ്ട്. ലോങ് ടൈം ബോൺസ് 25ഉം ഷോർട്ട് ടൈം ലോൺസ് 15 crore. സോ ഇങ്ങനെ നമ്മളിൽ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ എമൗണ്ട് റേസ്ഡ് ഒപ്റ്റിമം ആയിരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. കാരണം ഓവറായിട്ട് വന്നാലും അണ്ടറായിട്ട് വന്നാലും പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും ഒപ്റ്റിമം ആവണം. എല്ലാം നമ്മൾ ഇക്വിറ്റി മാത്രമാക്കിയാലും പ്രശ്നമാണ്, എല്ലാം ഡെപ്റ്റ് മാത്രമാക്കിയാലും പ്രശ്നമാണ്. ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ മേ ബി ഡിഫൈൻഡ് ആസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം സോ ദാറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം. നമ്മൾ എവിടുന്നെങ്കിലും ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പം, അതിപ്പോൾ ലോൺ എടുത്താവാം, അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തുനിന്ന് ഷെയർ വിറ്റിട്ടാവാം. ഇപ്പോൾ ഷെയറൊക്കെ വിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം കോൾ ചെയ്യണം, അങ്ങനെയുള്ള അതിന് വേണ്ടിയുള്ള പ്രോസ്പെക്ടസ് തയ്യാറാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷന്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ലോണൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട്, എന്നാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുന്ന അതേ സമയം തന്നെ ഫേമിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ട്, ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന, സെറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കണം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലായിരിക്കണം. ഡെപ്റ്റ് ക്യാപിറ്റലിനാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ ആ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിൻ്റെ എക്സ്പെൻസ് മാത്രം നോക്കിയാൽ മതി. ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്. പക്ഷേ ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുതൽ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും. സോ ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുത്താൽ മാത്രമേ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസ് ചെയ്യുള്ളൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കുറയുള്ളൂ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടും നടക്കണമെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും ഒപ്റ്റിമം സൈസിൽ എടുക്കണം. അറ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ മാർക്കറ്റ് പ്രൈസ് വിൽ ബി മാക്സിമം, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം, EPS ഏണിംഗ് പെർ ഷെയർ ഈസ് മാക്സിമം. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. ഒന്നാമത്തെ ഫീച്ചറാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലെ പ്രോഫിറ്റബിലിറ്റി. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് സോൾവൻസി. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ സോൾവൻസിയെ അതൊരിക്കലും ബാധിക്കില്ല. ഒരുപാട് കടമായി കഴിഞ്ഞാൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സോൾവൻസി അത് ബാധിക്കും. പക്ഷേ ഒപ്റ്റിമമായിട്ട് രണ്ടും കൂടെ ഈക്വലായിട്ട് വരുന്ന, ഈക്വലായിട്ടെന്നല്ല, കമ്പനിക്ക് ചേരുന്ന രീതിയിൽ രണ്ടും ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും കറക്റ്റ് പ്രൊപ്പോർഷനിലാണെങ്കിൽ ഒരിക്കലും ബിസിനസ്സിൻ്റെ സോൾവൻസി ഒന്നും അത് ബാധിക്കില്ല. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. പുതിയ പ്രൊജക്ട്സ്, പുതിയ ബിസിനസ്, പുതിയ ബ്രാഞ്ച് തുടങ്ങിയോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കൂടെ മാർക്കറ്റിങ്ങും സെയിലും ഒക്കെ തുടങ്ങിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊജക്ട്സ് ആരംഭിക്കുമ്പോൾ അതിനും എന്താണ്, ലോണുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനും ആവശ്യമായി ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് കാണും.
നെക്സ്റ്റാണ് കൺട്രോള്. ഇപ്പം നമ്മൾ ഒരുപാട് ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രം റേസ് ചെയ്താൽ കമ്പനിയുടെ കൺട്രോൾ പോകും. പക്ഷേ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ എല്ലാത്തിനും ആ പാകമായ ഒരു പ്രൊപ്പോർഷനായിരിക്കും. സോ കമ്പനിയുടെ കൺട്രോളിനെ അതൊന്നും ഒത്തിരി ബാധിക്കില്ല. നെക്സ്റ്റാണ് കൺസർവേറ്റിസം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഒരു പരിധിവരെ ഒരു കൺസർവേറ്റീവ് സ്വഭാവമുണ്ട്. കാരണം ഒരുപാട് ഡെപ്റ്റായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഒരുപാട് ഇക്വിറ്റി ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നും എക്സ്ട്രീം ആവാതെ ഒരു ഒപ്റ്റിമം ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ടൈമിങ്. ഓക്കെ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ സക്സസ്ഫുൾ ആകണമെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രകാരം 60:40, 60% ഇക്വിറ്റിയും 40% ഡെപ്റ്റുമാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിലും ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ 40% ഡെപ്റ്റും റേസ് ചെയ്യാൻ പോകരുത്. ടൈമിങ്ങും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പോലെ തന്നെ ആ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ടൈമും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സും ഡിസ്കസ് ചെയ്തു. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ആ ഒരു കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം ആയിരിക്കണം. കാരണം ഡെപ്റ്റ് ഒരുപാട് കൂടിപ്പോയാലും ഇക്വിറ്റി ഒരുപാട് കൂടിപ്പോയാലും പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ രണ്ടിനെയും കറക്റ്റ് അളവിൽ വരുന്ന ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്ത് അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും, സോൾവൻസി കൂട്ടും, ഫ്ലെക്സിബിലിറ്റി കൂട്ടും, കൺട്രോൾ കൂട്ടും. അങ്ങനെ ഓവറോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിളാണ്. ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ. ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇക്വിറ്റിക്കകത്ത് തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏണിങ്സ് അതൊക്കെ എത്ര പെർസെൻറ്റേജ് ആണെന്നും ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങിൽ വരും. അതുപോലെ ഡെപ്റ്റിൻ്റെ അകത്തും എന്തേലും ലോങ് ടേം ലോൺസ്, എന്തേലും ഡിബഞ്ചേഴ്സ്, എന്തേലും ബോൺസ്, അങ്ങനെയുള്ള ഡിസിഷൻസും ഈ ഒരു ഡിസിഷനിൽ വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.